ജനകീയ ഹോട്ടലുകളിലെ നിരക്ക് വർദ്ധിപ്പിച്ച് സർക്കാർ ഊണിന്റെ വില 20 രൂപയിൽ നിന്ന് 35 രൂപയായി ഉയർത്തി. സാധാരണക്കാരന് കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം ഉറപ്പാക്കാനായിരുന്നു സർക്കാർ ജനകീയ ഹോട്ടൽ ആരംഭിച്ചത്. AV ജയശങ്കർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ജയശങ്കർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് ഉന്മേഷ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് വില കുറഞ്ഞ രീതിയിൽ ജനകീയ ഹോട്ടൽ എന്നൊരു കോൺസെപ്റ്റിലേക്ക് സർക്കാർ എത്തുന്നത്. 20 രൂപയ്ക്ക് ഊണ് ഉൾപ്പെടെ വലിയ വാഗ്ദാനങ്ങളാണ് ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാരിന് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ജനകീയ ഹോട്ടലുകളുടെ ഊണിൻ്റെ നിരക്ക് 20 രൂപയിൽ നിന്ന് 35 രൂപയിലേക്ക് സർക്കാർ ഇതിനോടകം തന്നെ വർദ്ധിപ്പിച്ചു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടത്തുന്ന കുടുംബശ്രീകൾക്കുൾപ്പെടെ നൽകുന്ന സബ്സിഡിയും സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ലക്ഷങ്ങളാണ് സംസ്ഥാനത്തെ പല കുടുംബശ്രീ യൂണിറ്റുകൾക്കും ഈ ജനകീയ ഹോട്ടലുമായി ബന്ധപ്പെട്ട സർക്കാർ അല്ലെങ്കിൽ ധനവകുപ്പ് നൽകാനുള്ളതായി കുടിശ്ശിക ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട ഈ ഹോട്ടലുകൾ പലപ്പോഴും സർക്കാരിനെ സമീപിക്കുമെങ്കിലും ഇടക്കാലത്തേക്ക് കുറച്ച് തുക അനുവദിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതായ രീതി. എന്തായാലും വലിയ പ്രഖ്യാപനവുമായി തോമസ് ഐസക്കിൻ്റെ കാലത്തൊക്കെ കൊണ്ടുവന്ന ജനകീയ ഹോട്ടൽ എന്ന രീതി കുറഞ്ഞ നിരക്കൊക്കെ അവസാനിക്കുകയാണ്. ഇനി 35 രൂപ നൽകിയാൽ മാത്രമായിരിക്കും ഇവിടെ നിന്ന് ഭക്ഷണം ലഭിക്കുക എന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ മാറുമോ അതോ ഇതേ തീരുമാനത്തിൽ മുന്നോട്ട് പോകുമോ എന്നറിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ ധനവകുപ്പിൻ്റെ നിലപാട് തന്നെയാണ്, പണമില്ല എന്ന ധനവകുപ്പിൻ്റെ നിലപാട് തന്നെയാണ് ഇത്തരത്തിൽ നിരക്ക് വർധനയിലേക്ക് സർക്കാരിനെ കടക്കാൻ അല്ലെങ്കിൽ നയിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.